ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നിട്ടാ. അപ്പോൾ നമ്മളെ ദേഗിച്ചേച്ചി കടത്താച്ചതാട്ടാ, മുരിങ്ങാക്കൊമ്പ് മുറിഞ്ഞു വീണിട്ട്. അപ്പോൾ ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നപ്പോൾ നേരെ വൈകിയാലും വെള്ളാച്ചിട്ട് പോയി വാങ്ങിച്ച് കൊടുന്നാട്ടാ. അപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നിട്ട് അതിൽ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളെ ഒരു ഗണപതി നാരങ്ങ ഉണ്ടല്ലോ, അതാണെന്നാ വിചാരിച്ചിട്ടാ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് സംഭവം. എന്തായാലും ഞാൻ കുറേ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടാ. അപ്പം ഇവിടുത്തെ രാവിലത്തെ പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട്, എൻ്റെ നമ്മളെ തിരുവാതിരക്കളിക്കൊക്കെ പോണേ, നാരായണീയം വായിക്കാനൊക്കെ പോണ ചേച്ചി. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഓളെ പേരക്കുട്ടിയാട്ടോ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചപ്പോൾ അതിലേക്ക് എന്നെ ഇങ്ങനെ വന്ന് നോക്കുക കേട്ടോ. അപ്പം എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. അപ്പം ഞാൻ പറയണേ മൊത്തം കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ ചേച്ചിക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കലേക്ക് യൂട്യൂബ് കോപ്പി റൈറ്റ് തരുമെന്ന് അറിയാട്ടാ. അപ്പോൾ ഒന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കടല, ചെറുപയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഒരു അരപ്പാത്രം കടല ഉണ്ടായിരുന്നു, കുത്തിയിട്ട് ഒക്കെ ഞാൻ കളഞ്ഞിട്ടാ. എനിക്ക് ഓട്ട വന്നാൽ പിന്നെ ഒരു അറപ്പാട്ടാ, എടുക്കാനൊരു വെറുപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ജന്തുക്കാരുണ്ടാവും വിചാരിച്ചിട്ട്. അപ്പം ഇനി കുറേശ്ശെ ആവശ്യത്തിന് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുള്ളൂ, അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ ഓൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ടാ. ഓൻ പിടിച്ച് നോക്ക്, ഒന്നേ ഏതൊന്ന് പിടിച്ചിട്ട് ഇവിടെ നിൽക്കിട്ടാ, ഇവിടെ കൈ വെക്കരുത് ക്യാമറ എടുത്തിട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം കട്ട് ചെയ്തിരിക്കണോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിരിക്കുക കേട്ടാ. വിരലിലൊക്കെ ക്യാമറ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടാ. അപ്പോൾ കടിയൊക്കെ ആകുമ്പോഴത്തേന് ചേച്ചിക്കൊക്കെ ഒരു ചായ, ഒരു കട്ടൻ ചായയൊക്കെ വേണട്ടാ. അപ്പം ഞാൻ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ ഞാനും കുടിച്ചിട്ടാ. ചായ നമുക്ക് ഇതൊന്നും ചെയ്യില്ലല്ലേ രാവിലെ, എന്നാലും വേണ്ട പാൽ ചായ കണ്ടപ്പോൾ 1/2 ഗ്ലാസ് ഞാനും കുടിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് രാവിലെ അരച്ച് വെച്ച വെള്ളപ്പാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വെള്ളപ്പം ഉണ്ടാക്കാച്ചിട്ട് അരിയൊക്കെ വെള്ളത്തിയിട്ട്. അപ്പോൾ ചേച്ചിക്ക് ഈ പണി സഹായിക്കാൻ അടുക്കളയ്ക്ക് വന്നിട്ട് ഞാൻ വരണ്ട അപ്പച്ചി ഒന്നും ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കണില്ല കേട്ടാ. അപ്പോൾ ഒന്ന് മുരിങ്ങയില ഇട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പോൾ അവൾക്ക് തോല് കളിയാണ്. കറിക്കുള്ള മാങ്ങയൊക്കെ തോല് എത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പത്തിനൊക്കെ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായി. നോക്കുമ്പോൾ ചോറില്ല കേട്ടാ. ചോറ് എത്ര ഉണ്ടായാലും ഇവരൊക്കെ ഉള്ള കാരണം ഞാനത് ഒരു ശകലം എടുത്ത് വെക്കണം വിചാരിച്ചു, മറന്നു പോയിട്ടാ. അപ്പോൾ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ലോ. പിന്നെ അരി അരച്ച ദോശയൊന്നും മോന് അത്ര താല്പര്യമില്ല കേട്ടാ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ച്, അവിലുണ്ടായിരുന്നു, വേഗം കുറച്ച് അവിലെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് അതാണ് കേട്ടോ ഞാൻ അരച്ചത്. അപ്പം നമ്മളെ സാധാരണ നമ്മൾ വെള്ളപ്പത്തിനൊക്കെ രാവിലെ അരച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി വെള്ളപ്പാവും. അപ്പം നല്ലതിനെ നല്ലതെന്നും പറയണോ, മോശമുള്ളതിനെ മോശം തന്നെ പറയണോ അല്ലേ. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടാ. ആ ചോറിൻ്റെ ആ ഒരു കുറവ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പൊന്തിയോല്ല. അപ്പം എന്തായാലും വരില്ല, നമ്മൾ ആട്ടി വെച്ചതാണല്ലോ. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടാ. വേറെ ചെറുപയറൊക്കെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. അഞ്ഞ് കുറേശ്ശെ സാധനങ്ങൾ കൊടുത്തിട്ട് ഫ്രിഡ്ജിലേട്ടാ സൂക്ഷിക്കുള്ളൂ. എന്താ ചെറുമുളക് ഇങ്ങനെ നാശമായിട്ട് കടലയൊക്കെ, പിന്നെ കുറച്ച് കടല അങ്ങോട്ട് വെക്കാതെ ഇരുന്നു, അതിലാണ് ഇട്ടപ്പൊക്കെ നാശമായത്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വഴറ്റിയ ആ ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടാ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ചതിന് ശേഷം മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടാ. അപ്പോൾ നമ്മളെ ആ മാറ്റി വെച്ചതുണ്ടല്ലോ, ആ മാറ്റി വെച്ചത് ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു കറി, നല്ലൊരു തിക്കായിട്ടുണ്ടാകും, ഒരു നല്ലൊരു ഗ്രേവി കിട്ടും കേട്ടോ നമുക്ക്. അപ്പം ഞാൻ അതേപോലെ അരച്ച് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നാളികേരം ഒന്നും ചേർത്തിട്ടില്ല, ഈ ഗ്രേവി ഞാൻ ഇങ്ങനെ അരച്ച് ചേർത്തതാട്ടാ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടി. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന നേരത്തൊക്കെ ഭയങ്കര കാറ്റുണ്ട് വന്ന്, ആകാണ്ട് ഇരുട്ട് കുത്തിയിട്ട് മൂടി കെട്ടിയിട്ട് ആകാണ്ട് പേടിപ്പിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് ഒന്ന് പിടിക്കട്ടെ വെച്ചിട്ട് പോയി, നല്ല കാറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഓടിയിട്ടാ തലേക്ക് എന്തായാലും വീട് വെച്ചിട്ട്. അപ്പോൾ എന്നോടൊരു സബ്സ്ക്രൈബ് ആണോ എന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ പറയണമെന്ന്, മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാം. ആ വീഡിയോ ഇട്ടതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞ് മാന്തൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാം. അപ്പം ഞാൻ പറഞ്ഞ് കിട്ടിയാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു.
കിട്ടാതെ നമ്മൾ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ചെറിയ മാന്തളാണ് കിട്ടുക. അപ്പം ഇതേപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്യട്ടാ. എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഇത്. ഈ വിരലിൻ്റെ അറ്റത്തേക്ക് തലഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ആ തൊലി ഒരു ഭാഗത്ത് തൊലി വരണ്ട, മറ്റേ ഭാഗത്ത് നിന്ന് മുറിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കട്ടാ. ഇതേപോലെ കയ്യിലിങ്ങനെ മലത്തി വെച്ചിട്ട് ഇങ്ങനെ തൊലി വരഞ്ഞതിൻ്റെ ശേഷം ഇതേപോലെ ആ ഒരു കറുത്ത് കളറുള്ള ആ തോല് ഇങ്ങോട്ട് ചീന്തിരിക്കട്ടാ. മറ്റേ ഭാഗം തോലി വരണ്ട. അപ്പോൾ അത് ഞാൻ മൂന്നാലെല്ലാം ഞാൻ കാണിച്ചു തന്നത് അതുകൊണ്ടാട്ടാ. പിന്നെ എന്നോടൊരു സബ്സ്ക്രൈബ് പറഞ്ഞ് ചേച്ചി വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ വെയിറ്റ് ലോസ് ഞാൻ ഈ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ മെലിഞ്ഞിരിക്കുന്ന കാരണം ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ. പക്ഷേ എന്നും ഈ ഒരു തടി തന്നെ കേട്ടോ. ഞാൻ കുറേ തിന്ന് വെച്ചിട്ടൊന്നും വയറ് കൂടുക എന്നല്ലാതെ ശരീരമൊന്നും അങ്ങനെ തടിക്കുന്ന ആളല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കേട്ടറിവ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചോദിച്ച ആൾ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണോ തടിയുള്ള ആളാണോ ഒന്നും എനിക്കറിയില്ല. അപ്പം തടിയുള്ള ആളാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് വെച്ചെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കായി മുന്നേ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, പച്ചവെള്ളം. ആ വെള്ളം കുടിച്ചാൽ പിന്നെ നമുക്ക് ഒന്ന് വിശപ്പ് ഒന്നങ്ങോട്ട് കുറയുമല്ലോ. എന്നിട്ട് ചോറ് തിന്നുക. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ചോറേ തിന്നുള്ളൂ. അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാവണം കേട്ടോ. അപ്പം നമ്മൾ സാധാരണ തിന്നണേൻ്റെ ഒരു പകുതി ചോറൊക്കെയല്ലേ തിന്നുള്ളൂ. അങ്ങനെ നമുക്ക് തടി കുറയ്ക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ തടിയുള്ളവരൊക്കെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നല്ല മാറ്റം വരും കേട്ടോ. അതുപോലെ വൈകിട്ടൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് നടക്കാനിറങ്ങുക. അങ്ങനെയൊക്കെ ഈ തടി കുറയ്ക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കും, നടക്കില്ല. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളെ ഈ വീട്ടിലത്തെ പണികൾ തന്നെ കേട്ടാ. എന്തിനാ കുറേ ജിമ്മിനൊക്കെ ഇതിനൊക്കെ പോകണം, ഇതിനൊക്കെ തന്നെ പോരെ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ എന്നും ഈ ഒരു തടി തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാവുക. അപ്പം അതാണ് കേട്ടോ വെയിറ്റ് ലോസ്. പിന്നെ ഞങ്ങളിവിടെ അടുത്തൊരു നല്ല തടിയുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് ഇപ്പോൾ +2 കഴിഞ്ഞാൽ ഭയങ്കര തടി പറഞ്ഞാൽ ഭയങ്കര തടി. പക്ഷെ ഇപ്പോൾ ആ കുട്ടീനെ കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടാ. തടിയൊക്കെ കുറഞ്ഞ് പാകത്തിനുള്ള ഒരു മോനായി. അപ്പോൾ അത് ജിമ്മിന് കൊണ്ടത്ര കേട്ടോ. അപ്പോൾ നല്ല തടിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ജിമ്മിനൊക്കെ പോകണമെന്ന് നല്ലതാട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ കുട്ടികളെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അല്ലാതെ വേറെ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വലിയ പിടിപാടൊന്നും ഇല്ല കേട്ടോ. നമ്മളറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. ചങ്കിങ്ങനെ വമഞ്ഞ് വരിക കേട്ടോ, ചമ വരിക. എത്ര ആളാണ് തിന്നാനെന്നറിയോ. അങ്ങനെ കുറച്ച് മുന്നേ ഞാനിവിടെ ഇങ്ങനെ സെൽമര അവിടേക്ക് പോണ വഴിയിൽ ഇങ്ങനെ പൂക്കൾ കണ്ടിട്ടാ. നല്ല ഭംഗി. അന്നിപ്പോൾ ഇതൊക്കെ പോയിട്ടാ. ഇത് വിരിഞ്ഞ ആ ടൈമായിരുന്നു. അന്നിക്കൊന്ന് വന്ന് വീഡിയോ പിടിക്കണം തോന്നിയിട്ടാ. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്ന് മങ്ങി കളറൊക്കെ പോയി. ഇത് കാട്ടുപൂവിടെ പൂവാണോ തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇല കണ്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു പൂവിട്ടാ. അപ്പം ഞാനൊന്ന് തേടി പോയതാണ്. അപ്പം എൻ്റെ ചേച്ചിയുടെ ഇപ്പം ഇവിടെ വന്നുള്ള ചേച്ചിയുടെ വീട്ടിൽ ഓൾക്ക് കുറച്ചൊരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈ അത്ര മത്തൻ്റെ തൈ. അല്ലെങ്കിലും കൃഷിഭവനിൽ നിന്നൊക്കെ നല്ല തൈകളാവും കേട്ടോ കിട്ടുക. 4 തൈ കിട്ടിയാലും അത് നല്ല തൈകളാവും. അപ്പോൾ മത്തൻ പടർത്തിയിട്ട് ഇഷ്ടം പോലെ മത്തയ്ക്ക ഉണ്ടായിട്ടിട്ടാ. അപ്പോൾ ചേച്ചിയുടെ ഫോണ് ഞാൻ എന്തിനോ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊക്കെയൊന്ന് വിട്ട് തയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒക്കെ വിട്ട് തന്നതാട്ടാ. അപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഞാനൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നിറയെ മത്തയ്ക്ക ഒരു 5-6 മൂത്തേനെ കേട്ടാ. അപ്പം എല്ലാതും ഒന്ന് പോയിട്ടൊന്ന് മേടി നോക്കുകയാണ്.
മൂത്താന്നൊക്കെ നോക്കാം. അപ്പോൾ അവൾ പേരക്കുട്ടികളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നിട്ടാ. അപ്പം നമുക്കൊരു സന്തോഷമാണല്ലോ അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനതൊന്ന് ഉൾപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. നിറയെ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട്, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടാ. പിന്നെ ഞങ്ങളെ മുൻവശത്ത് റോട്ടിലൊരു ലൈറ്റ് ഉണ്ട് കേട്ടാ. ഇങ്ങനെ മിന്നാമിനുങ്ങ് പോലെ കത്തുള്ളൂ. ഞാൻ കുറേ ആയി മെമ്പറോടുത്ത് പറയണ അതൊന്നും ശരിയാക്കി തരാം. അപ്പോൾ അതുവരെ ശരിയാക്കിയിട്ടൊന്നുമില്ല കേട്ടാ. പക്ഷേ മഴ ഉണ്ട് പെയ്ത് മഴ ചാറിൽ തുടങ്ങിയാൽ ആ ലൈറ്റ് നല്ല നിറത്തിലുണ്ട് കത്തു. എന്താ അത്ഭുതമാണാവോ. അല്ലെങ്കിൽ ഇങ്ങനെ മിന്നാമിനുങ്ങ് പോലെ നിൽക്കുള്ളൂ കേട്ടാ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് വന്നപ്പോൾ നോക്കുക, അപ്പോൾ റോഡിൽ ലൈറ്റ് കത്തിയിറക്കണം, മഴ ചാറുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്കും ഒരു സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ കൂട്ടുകാരെ. വീഡിയോ ഒന്നും കാണുമ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഭയങ്കരമായിട്ട് കൂരി ഇരുട്ടായിട്ടുണ്ട്. ആകാശമൊക്കെ കണ്ട് ഇരുണ്ട് കൂടിയിട്ടാ. ആ മഴയ്ക്കുള്ളതാവും, കാറ്റും ഇതൊക്കെ ആയിട്ട്. പിന്നെ മുളകും ചീരയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ ഇതിലിപ്പോൾ അതൊന്നും വല്ലാണ്ടൊന്നും ഉൾപ്പെടുത്തിയിട്ട് കാണുന്നില്ല. അപ്പം നിറയെ മത്തയ്ക്ക ഉണ്ടാക്കി എടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഈ ചരൽ ഉള്ള പ്രദേശാട്ടാ, നിറയെ അപ്പം അങ്ങനത്തേലൊക്കെ നന്നായിട്ട് വിളവ് കിട്ടുമല്ലോ. ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. അപ്പം ഞാൻ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുക വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഇരുട്ട് കുത്തിയിട്ട് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.